വെൽക്കം ടു ഗ്രേഡിയൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ലെറ്റസ് അസസ് എന്ന ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ടോപ്പിക്കും നമ്മളിവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അത് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാരണം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ടൊരു കാര്യം, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ കമൻറ്റായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്നതാണ് നല്ലത്. ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതെല്ലാ ക്ലാസ്സിലും എടുത്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോഴും പല ക്ലാസ്സുകളിലെ താഴെയും ഇത് പറയാത്ത ക്ലാസ്സുകളിലേക്ക് താഴെ വന്നിട്ട് ചോദിക്കാറുണ്ട്, സാറേ നോട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ക്ലാസ്സിലും ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി അതിന് പറ്റാത്തവർക്ക് ടെലഗ്രാം ഒരു കാരണവശാലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർ എന്ത് ചെയ്യുക, മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പിൽ മെസ്സേജുകൾക്ക് റിപ്ലൈ കിട്ടാൻ ചിലപ്പോൾ കുറച്ച് സമയതാമസം എടുത്തെന്ന് വരാം. ടെലഗ്രാമിലാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ജോയിൻ ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫയൽ സെക്ഷനിൽ കയറാം, ചാപ്റ്ററിൻ്റെ പേര് സെർച്ച് ചെയ്യുക, നോട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പാട് നോക്കി പോകാം. ഞാൻ വന്ന് റിപ്ലൈ തരാനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ചാപ്റ്റർ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ഈസ് മീതെയിൻ കൺവേർട്ടഡ് ഇൻറ്റു ക്ലോറോമീതെയിൻ? താഴെ തന്നിട്ടുള്ള ഏത് കണ്ടീഷനിലാണ് മീതെയിൻ ക്ലോറോമീതെയിനായിട്ട് മാറുന്നത്? ചാപ്റ്റർ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പഠിക്കുന്ന ഇക്വേഷനിലൊന്നാണ് അല്ലേ. CH4 എന്ന മീതെയിൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആരുടെ പ്രസൻസിൽ? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്ലോറോമീതെയിനും HCl കിട്ടുന്നത്. ഓർമ്മയുണ്ടല്ലോ. ഇതിലെ റിയാക്ഷനുകൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകൾ എന്നാണ് വിളിക്കുന്നത്. മെക്കാനിസം എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. CH4 അതിനകത്തു നിന്നുള്ള ഒരു ഹൈഡ്രജൻ പോകും, അപ്പോൾ CH3 ആകും. അപ്പോൾ ഒരു ബോണ്ട് റിമൈനിങ് ഉണ്ടാവും. അവിടെ നിന്നാണ് എന്ത് പറ്റുന്നത്? ഈ ക്ലോറിൻ വന്ന് ചേരുന്നത്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? CH3Cl കിട്ടുന്നത്. ഇവിടുന്ന് പോയ ഹൈഡ്രജനും ഇവിടെ ഉള്ള ക്ലോറിനും കൂടെ ചേർന്നിട്ട് എന്തായിട്ട് കിട്ടും? HCl ആയിട്ട് കിട്ടും. ഇപ്പോൾ റിയാക്ഷൻ്റെ പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ എക്സാമ്പിളുകൾ പഠിക്കണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി ഹൈഡ്രജൻ മോളിക്യൂൾസ് ആർ റിക്വയർഡ് ടു കൺവേർട്ട് ഈതൈൻ ഇൻറ്റു ഈതെയിൻ? ഓക്കെ, ഈതൈനെ ഈതെയിനിലോട്ട് മാറ്റാൻ നമുക്ക് എത്ര ഹൈഡ്രജൻ വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ലോജിക്കലി തന്നെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. നമുക്ക് നോക്കി, ഈതൈൻ എന്ന് വെച്ചാൽ എന്താണത്? അത് C2H2 ആണ്. ഈ പറയുന്ന ഈതെയിൻ എന്ന് വെച്ചാൽ എന്താണത്? അത് C2H6 ആണ്. അപ്പോൾ C2H2 നിന്നും C2H6 കിട്ടാൻ എത്ര ഹൈഡ്രജൻ വേണം? നമുക്ക് 4 ഹൈഡ്രജൻ വേണം. പക്ഷേ H4 എന്നൊരു സാധനം ഇല്ല. അപ്പോൾ നമ്മൾ എന്തെടുക്കും? അപ്പോൾ നമ്മൾ 2H2 ആണ് വേണ്ടത്. അതായത് ഹൈഡ്രജന്റെ 2 ഹൈഡ്രജന്റെ മോളിക്യൂളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്താ അവിടെ സംഭവിക്കുന്നത്? അത് നോക്കിയ റിയാക്ഷനിൽ CH ട്രിപ്പിൾ ബോണ്ട് CH റിയാക്ട് ചെയ്യുന്നു ആരുമായിട്ട്? 2 ഹൈഡ്രജൻ മോളിക്യൂൾ. H2 എന്ന് വെച്ചാൽ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ, അങ്ങനത്തെ 2 2H2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? അടി ഉണ്ടാക്കും അല്ലേ. ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? നേരെ പോയിട്ട് ഇവിടെ അടി ഉണ്ടാക്കിപ്പിച്ച് ഇവരെ തെറ്റിക്കും. അപ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന CH ആദ്യം ഡബിൾ ബോണ്ടായിട്ട് മാറും, പിന്നീട് എന്ത് ചെയ്യും? നേരെ പോയിട്ട് ട്രിപ്പിൾ ബോണ്ടായിട്ട് മാറും. CH3 സിംഗിൾ ബോണ്ട് CH3 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഹൈഡ്രജൻസ് അവിടെ പോയി ചേരും. റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് അഡീഷൻ റിയാക്ഷൻ. എന്ത് റിയാക്ഷൻ? അഡീഷൻ റിയാക്ഷൻ. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എന്താ ഇക്വേഷൻ? ഒരു ഈതൈൻ ഉണ്ട്, HCl-മായി റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആ കിട്ടുന്ന സാധനത്തിൻ്റെ n നമ്പർ ഓഫ് ആൾക്കാർ കൂടി ചേരുമ്പോൾ എന്ത് കിട്ടും? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഇവിടെ CH ട്രിപ്പിൾ ബോണ്ട് CH റിയാക്ട് ചെയ്യുന്നത് ആരുമായിട്ടാണ്? HCl-ആയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൈഡ്രജൻ ഒരിടത്ത് പോയിട്ട് ചേരും, Cl മറ്റൊരിടത്ത് പോയിട്ട് ചേരും. അതായത് ഇവിടുത്തെ ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? CH ഇവിടെ ഉണ്ട് ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒന്നുകൂടി വന്ന് ചേരും, എന്താവും? CH2. ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഡബിൾ ബോണ്ട് ആയി. പിന്നെ എന്തുണ്ട്? CH ഉണ്ട്. പിന്നെ ഈ ക്ലോറിൻ പോയി ഇവിടെ ചേരുമ്പോൾ എന്ത് കിട്ടും? Cl കിട്ടും. ഇതാ കിട്ടുന്നു CH2CHCl. CH2CHCl. ഇവനെ നമ്മൾ വിനൈൽ ക്ലോറൈഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? വിനൈൽ ക്ലോറൈഡ്. അങ്ങനെയുള്ള വിനൈൽ ക്ലോറൈഡ് CH2 ഡബിൾ ബോണ്ട് CHCl n നമ്പർ ഓഫ് എണ്ണം കൂടി ചേർന്ന് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഇവിടെ സിംഗിൾ ബോണ്ട് വരും. അപ്പോൾ CH2 സിംഗിൾ ബോണ്ട് CHCl
ഇവിടെ ഒരു ഇത് വരും. ഇങ്ങനെയുള്ള n നമ്പർ ഓഫ് ആൾക്കാർ കൂടി ചേരുന്നതാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ കാണുന്ന പോലത്തെ ഒരു കോമ്പൗണ്ട് ഇവിടെ കിട്ടും. പോളിമറൈസേഷനും അതുപോലെ തന്നെ എന്താണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്ന റിയാക്ഷനാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എയിൽ കിട്ടിയ ആളുടെ പേരെന്ത്? അതാണ് നമ്മുടെ ചോദ്യം. എന്താണ്? ഒരു ഈഥൈനാണ്. ഇതെന്താണ്? CH2 ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഈഥൈനാണ്, അതിലൊരു ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഹാലോജൻ വരുമ്പോൾ നമ്മൾ ആദ്യം പേര് കൊടുക്കും, ക്ലോറോ ഈഥൈൻ എന്ന് വിളിക്കും. ഇതിൻ്റെ മറ്റൊരു പേരാണ് വിനൈൽ ക്ലോറൈഡ്. കോമൺലി അറിയപ്പെടുന്ന പേരാണ് വിനൈൽ ക്ലോറൈഡ്. അങ്ങനെയുള്ള വിനൈൽ ക്ലോറൈഡുകൾ കുറേ ചേരുമ്പോൾ കിട്ടുന്നത് പോളി വിനൈൽ ക്ലോറൈഡ് അഥവാ നമ്മുടെ പൈപ്പ് ഉണ്ടാക്കുന്ന PVC. റിയാക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു റിയാക്ഷനുകൾ പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. കെമിസ്ട്രിയിൽ അങ്ങനെയാണ് കാര്യങ്ങൾ. മെക്കാനിസം ഓർത്ത് വയ്ക്കാം, എങ്കിലും കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. ഫസ്റ്റിൽ നടന്നത് ഒരു അഡീഷൻ റിയാക്ഷൻ ആയിരുന്നുവെങ്കിൽ, അല്ല ട്രിപ്പിൾ ബോണ്ടിനെ അടി ഉണ്ടാക്കി വെച്ച് ഡബിൾ ബോണ്ട് ആക്കിയെങ്കിൽ, രണ്ടാമത് നടന്നതാണ് എന്ത്? ഒരു പോളിമറൈസേഷൻ റിയാക്ഷൻ. സോ സി പാർട്ട് ചോദ്യത്തിൻ്റെ ഉത്തരവാണ് പറഞ്ഞത്. സിയിൽ എന്താ പറഞ്ഞത്? ടു വിച്ച് കാറ്റഗറി ഡസ് ഈച്ച് ഓഫ് ദീസ് കെമിക്കൽ റിയാക്ഷൻ ബിലോങ്? ഏതൊക്കെയാണ്? അഡീഷനും അതുപോലെ പോളിമറൈസേഷൻ. തെറ്റല്ലേ? ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? നാലാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. നാലാമത്തെ ചോദ്യത്തിൽ പറയുന്നത് എന്താണ്? വിച്ച് ഓഫ് ദ ഗിവൺ പോളിമർ ഈസ് യൂസ്ഡ് ടു കോട്ട് ദ ഇന്നർ സർഫസ് ഓഫ് കുക്ക് വെയർ? എല്ലാവർക്കും അറിയാം ടെഫ്ലോൺ ആണ് ഉത്തരവ് എന്ന് പറയുന്നത്. അല്ലെ, പാത്രങ്ങൾ നമുക്കറിയാം ടെഫ്ലോൺ കോട്ട് ചെയ്ത നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ. ഓപ്ഷനിലുള്ളത് ടെഫ്ലോൺ നമുക്ക് അറിയാൻ പറ്റും. വാട്ട് ഈസ് ദ മോണോമർ ഓഫ് ദ പോളിമർ? ഇതിൻ്റെ മോണോമർ എന്താണ്? ടെട്രാഫ്ലൂറോ ഈഥൈൻ. അത് പഠിച്ചതാണ്. ടെട്രാഫ്ലൂറോ ഈഥൈൻ. ടെട്രാ എന്ന് പറയുമ്പോൾ 4, 2, 2, 4. ക്ലോറോ സിയും ഈഥൈൻ ENE ഡബിൾ ബോണ്ട്. അപ്പോൾ CF2 ഡബിൾ ബോണ്ട് CF2 ആണെന്ത്? ടെട്രാഫ്ലൂറോ ഈഥൈൻ എന്ന് പറയുന്നത്. ടെട്രാഫ്ലൂറോ ഈഥൈനുകളുടെ സിംഗിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെയുള്ള n നമ്പറുകൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടെഫ്ലോൺ കിട്ടുന്നത്. നോൺ സ്റ്റിക്ക് ആണ്, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് പാത്രങ്ങൾക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ കണ്ടൻസേഷൻ പോളിമർ? നമ്മൾ പഠിച്ചതിനകത്ത് പോളിവിനൈൽ ക്ലോറൈഡ്, നൈലോൺ, ടെഫ്ലോൺ. നൈലോൺ 66 ആണ് ഒരു കണ്ടൻസേഷൻ പോളിമർ. ആരൊക്കെ തമ്മിലാണ് കണ്ടൻസേഷൻ നടക്കുന്നത്? ഹെക്സാമെഥിലീൻ ഡൈയമീനും അഡിപ്പിക് ആസിഡും. ഹെക്സാമെഥിലീൻ ഡൈയമീനും അഡിപ്പിക് ആസിഡും തമ്മിലുള്ള കണ്ടൻസേഷൻ കാരണം ഉണ്ടാവുന്നു. അവിടെ വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ റിയാക്ഷൻ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അതാണ് എന്ത്? നൈലോൺ. വാട്ട് ഈസ് ദ മോണോമർ ഓഫ് നൈലോൺ 66? എന്താണ്? ഹെക്സാമെഥിലീൻ ഡൈയമീനും അഡിപ്പിക് ആസിഡും. ഹെക്സാമെഥിലീൻ ഡൈയമീൻ അല്ലേ. അപ്പോൾ മെഥിലീൻ എന്ന് വെച്ചാൽ CH2, അത് ഹെക്സാ ഉണ്ടെന്ന് വെച്ചാൽ ഹെക്സാ എന്ന് വെച്ചാൽ 6, അമീൻ 2 എണ്ണം, ഡൈ അമീൻ NH2 2 എണ്ണം. അതാണ് ഹെക്സാമെഥിലീൻ ഡൈയമീൻ. അഡിപ്പിക് ആസിഡ് ആകുമ്പോൾ എന്താണ്? COOH സിംഗിൾ ബോണ്ട് CH2 4 ടൈംസ് COOH. ഈ പറയുന്ന HO ഇവിടുന്ന് ഒരു OH ഇവിടുന്ന് ഓരോ എന്ത് വെച്ച് പോവും? H വെച്ച് പോകുമ്പോൾ നമുക്ക് ബാക്കി കിട്ടും അല്ലേ. ഒരു H പോയി, ഇവിടുന്ന് ഒരു OH പോയപ്പോൾ CO മാത്രം. ഇവിടത്തേന് മാറ്റമൊന്നുമില്ല. ഇവിടുന്ന് ഒരു OH പോകുമ്പോൾ CO മാത്രം. ഇവിടുന്ന് ഒരു H പോകുമ്പോൾ NH മാത്രം. നടുക്ക് മാറ്റമില്ല. ഇവിടുന്ന് ഒരു H പോകുമ്പോൾ NH മാത്രം. NH2 H പോകുമ്പോൾ NH പ്ലസ് വാട്ടർ ഇസ് റിമൂവ്ഡ്. ഇതാണ് ദ കണ്ടൻസേഷൻ പോളിമർ നൈലോൺ 66. ആറാമത്തെ ചോദ്യം, C12H22O11 പ്ലസ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് ഡാഷ് ഗീവ്സ് C6H12O6 പ്ലസ് B. ഈ പറയുന്ന സാധനം വീണ്ടും C എന്ന് പറയുന്ന ഒരാളുടെ പ്രസൻസ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് D എന്ന് പറയുന്ന ഒരു സാധനം കിട്ടുന്നു. ഐഡൻറ്റിഫൈ A, B, C ആൻഡ് D. കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് നമ്മൾ പറഞ്ഞു എന്താണ്? ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷനിലാണ് നമ്മളിത് പറഞ്ഞത് അല്ലേ. എന്തുവാണ് ഈ പറയുന്ന C12H22O11 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പറയുന്ന സാധനം എന്തുവാണ്? നമ്മുടെ ഷുഗറിൽ നിന്ന് മൊളാസിസ് അല്ലേ. ഷുഗറിൽ നിന്ന് അത് പോയിട്ട് ബാക്കി കിട്ടുന്ന മൊളാസിസ്. അതിൽ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ 2 എൻസൈംസ് ഉണ്ട്, അതായത് ഇൻവെർട്ടൈസും സൈമേസും. അതിൽ ഇൻവെർട്ടൈസ് ആണ് ഇവിടെ വന്ന് ആക്ട് ചെയ്യുന്നത്. ഇൻവെർട്ടൈസ് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസും അതുപോലെ തന്നെ എന്ത് കിട്ടും? ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. എന്ത് കിട്ടും? ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. ഇവർ എന്താണ്? നമ്മൾ ഐസോമെറിസും ഒക്കെ നമ്മളൊന്ന് പറഞ്ഞു ക്ലാസ് പഠിപ്പിച്ച സമയത്ത് അല്ലേ. ആ പറയുന്ന ഗ്ലൂക്കോസ് വീണ്ടും റിയാക്ട് ചെയ്യുന്നു ആരുമായിട്ട്? സൈമേസുമായിട്ട്. ആൽക്കഹോളും കിട്ടുന്നു, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. അപ്പോൾ A എന്ന് പറയുന്നത് എന്തുവാണ്? അതാണ് ഇൻവെർട്ടൈസ്. B എന്ന് പറയുന്നത് എന്തുവാണ്? അതാണ് C6H12O6 ഫ്രക്ടോസ് മോളിക്യൂള്. ഇത് ഗ്ലൂക്കോസ് ആണെങ്കിൽ ഇത് ഫ്രക്ടോസ്. അത് സിയുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതാണ് സൈമേസ് എന്ന് പറയുന്നത്. റിയാക്ട് ചെയ്ത് കിട്ടുന്ന സാധനത്തിൻ്റെ പേരാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി. വാട്ട് ഈസ് വാഷ്? എന്താണ് വാഷ്? നമുക്കിവിടെ കിട്ടുന്ന ഈ പറയുന്ന ആൽക്കഹോൾ എന്ന് പറയുന്നതിനകത്ത് 8 to 10% മാത്രമേ എത്തനോൾ കാണുള്ളൂ. അതിനെയാണ് നമ്മൾ വാഷ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അതിന് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണെന്ത്? റെക്ടിഫൈഡ് സ്പിരിറ്റ് 95.6% എത്തനോൾ.
അത് ആൾക്കാർ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വാങ്ങിച്ചു വയ്ക്കുന്നത് എടുത്ത് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനകത്ത് മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു, ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള മെത്തനോളോ പിരിഡിനോ ചേർക്കുമ്പോൾ കിട്ടുന്നതാണ് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ശരി, അപ്പോൾ ഇതാണ് സംഭവം. 7ാമത്തെ ചോദ്യം, ഹൗ ഈസ് എത്തനോയിക് ആസിഡ് ഈസ് പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി? എത്തനോയിക് ആസിഡ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? മെത്തനോളിനെ നമ്മൾ കാർബൺ മോണോക്സൈഡുമായിട്ട് എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ മെത്തനോളിൽ നിന്ന് ഒരു കുറവുള്ളത് ആരാണ്? ഈ OHൻ്റെ കൂടെ ഒരു CO കൂടി ചേർന്നാൽ COOH ആവും. അപ്പോൾ ആ പറയുന്ന CO വന്ന് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH3COOH എന്ന് കിട്ടും. ഓക്കെ, ഇത് സിമ്പിളാണ്, നമ്മൾ ഫസ്റ്റ് പഠിച്ച റിയാക്ഷൻ അത് വരുന്നതാണ് അല്ലേ. 5 to 8% എത്തനോയിക് ആസിഡിനെ വിളിക്കുന്ന പേരാണ് വിനാഗിരി അഥവാ വിനിഗർ. അതും ടെസ്റ്റിലുള്ള എക്സാക്റ്റ് പോയിന്റ്, കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ലാസ്റ്റ് ചോദ്യത്തിലോട്ട് പോകുന്നു. CH3COOH കാർബോക്സിലിക് ആസിഡിൽ വരുന്നതാണ്. CH3OH ആൽക്കഹോൾ വരുന്നതാണ്. കോൺസെൻട്രേറ്റഡ് H2SO4 പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് COO കിട്ടും. എന്താണ് COO? എസ്റ്റർ അല്ലേ? എന്തോ കിട്ടും? എസ്റ്റർ കിട്ടും. അപ്പോൾ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ? എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. എസ്റ്റർ ആണ് ഇവിടെ കിട്ടിയത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ എസ്റ്റർ ഫോംഡ്? എസ്റ്റർ എന്താണ്? നോക്കിയേ, മീഥൈൽ എത്തനോയേറ്റ്. മീഥൈൽ എത്തനോയേറ്റ് അതും നമ്മൾ പഠിച്ചതാണ്. റൈറ്റ് എനി 2 യൂസസ് ഓഫ് ദ എസ്റ്റർ. എന്തിനു വേണ്ടിയിട്ടാണ്? പെർഫ്യൂംസിലും ഫ്ലേവറിങ് ഏജൻസിലും മണം കിട്ടുന്ന ആൾക്കാരായിട്ടാണ് നമ്മൾ ഇവരെ യൂസ് ചെയ്യുന്നത്. തീർന്നു. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. സോ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾക്ക് സ്വയം കിട്ടുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.